സ്വന്തം അമ്മയെയും മുത്തശ്ശനെയും മുത്തശ്ശിയെയും ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത് കണ്ടതിൻ്റെ നടുക്കത്തിലാണ് എറണാകുളം ചേന്ദമംഗലത്തെ രണ്ട് കുരുന്നുകൾ. ഒരു കുടുംബത്തിലെ 3 പേരെ തലക്കടിച്ച് കൊന്ന കേസിലെ പ്രതി ഋതു കൊടും കുറ്റവാളിയെന്ന് പോലീസ് പറയുന്നു. ഗുണ്ടാ ലിസ്റ്റിലടക്കം ഉൾപ്പെട്ട പ്രതി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. തലക്കേറ്റ ആഴത്തിലുള്ള മുറിവാണ് 3 പേരുടെയും മരണകാരണം. അതീവ ഗുരുതരാവസ്ഥയിലുള്ള ജിതിന്റെ ചികിത്സാ ചെലവിന് പഞ്ചായത്ത് പൊതുജനങ്ങളുടെ സഹായം തേടിയിട്ടുണ്ട്. ആസ്റ്ററിലേക്കാണ് നമുക്കിത് പൈസ എത്തിച്ചു കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമേ ഉടനടി ഓപ്പറേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എല്ലാവരുടെയും സന്നദ്ധ സഹായം ഉണ്ടാവണം ഈ അവസരത്തിലെന്നാണ് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് പറയാനുള്ളത്. കുട്ടികൾ അനാഥരാക്കപ്പെട്ട ഒരവസ്ഥയിലാണ്. കുട്ടികളുടെ തുടർന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് ഈ സഹായം അത്യാവശ്യമായിട്ടുണ്ട്. ഇത് ഋതുവിന്റെ ചെറുപ്പത്തിലെ ഋതുവിന് ഇങ്ങനെ ചെറിയ ഇതൊക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ഇപ്പോഴാണ് കൂടുതലും അതിനെക്കുറിച്ച് നമ്മൾ അറിയാൻ കഴിയുന്നത്. പോലീസിന്റെ 2-3 കേസുകളിൽ പ്രതിയാണെന്നും ആ പ്രദേശത്ത് ഋതുവിന്റെ ശല്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു തവണ ഇതിക്ക് മുന്നേ അവിടുത്തെ മെമ്പർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, അവരുടെ അധ്യക്ഷതയിലൊക്കെ ഇത് തീർത്തിട്ടുണ്ട്. പക്ഷെ വീണ്ടും പല പ്രശ്നങ്ങളുണ്ടായെങ്കിലും പഞ്ചായത്തിന്റെ പരാതി എത്തിയിട്ടുണ്ടായില്ല. 2 കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഇങ്ങനെ, അതും പെൺകുട്ടികൾ, ഗുരുതരമായ രീതിയിലുള്ള മയക്കുമരുന്നിന്റെ ഉപയോഗം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ചേന്ദമംഗലം എന്നൊരു ഗ്രാമത്തെ നടുക്കിയൊരു കൂട്ടക്കൊലപാതകം. ഈ കൂട്ടക്കൊലപാതകത്തിന് കാരണം എന്തായിരിക്കാം? വെറുമൊരു അയൽവാസികൾ തമ്മിലുള്ള തർക്കം, അതല്ലെങ്കിൽ ചെറിയൊരു പ്രകോപനം, ഇത് കൊലപാതകത്തിൽ കലാശിച്ചു എന്ന് മാത്രം കരുതാൻ കഴിയുമോ? കാരണം അതിനപ്പുറം ഒരു മുൻവൈരാഗ്യം ഈ പ്രതിയായിട്ടുള്ള ഋതുവിന് ഈ കുടുംബത്തോടുണ്ടായിരുന്നോ? ടോമി, ഋതു ഒരു കൊടും കുറ്റവാളിയാണ്, അല്ലെങ്കിൽ ഒരു ക്രിമിനൽ തന്നെയാണെന്ന് പോലീസ് പറയുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് പോലീസ് പറഞ്ഞത്. ഇയാളൊരു ക്രിമിനലാണ്. കാരണം ഇതിനു മുൻപും പല കേസുകൾ ഇയാളുടെ പേരിലുണ്ട്. തൃശ്ശൂരിലും എറണാകുളത്തുമൊക്കെ ആയിട്ട് മോഷണം, കഞ്ചാവ്, ലഹരി ഉപയോഗിക്കൽ, ലഹരി കടത്തൽ, ഒപ്പം മറ്റീ ഗുണ്ടാ ലിസ്റ്റിൽ വരെ ഉൾപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഋതു. ആ നാട്ടുകാർക്ക് എല്ലാവർക്കും ശല്യമുള്ള ഒരാളാണ്. അയൽക്കാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഇയാളെ കൊണ്ട്. ഇതിനോടകം തന്നെ നാട്ടുകാരുടെ വീട്ടിലൊക്കെ എത്തി ഋതു ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുമുണ്ട്. ഈ മരിച്ച വേണുവിന്റെ വീട്ടിൽ സ്ഥിരം ഈ ഋതു അനുവാദമില്ലാതെ കടന്നു വരികയും ടെറസിന്റെ മുകളിൽ ഇരിക്കുകയും അവിടെ ഇരുന്ന് ഈ സിഗരറ്റൊക്കെ വലിക്കുന്നു, മദ്യപിക്കുന്നു. അങ്ങനെ വലിയ ശല്യമാണ്. ഋതുവിനെ പേടിച്ചുകൊണ്ട് ആ വീടിന് ചുറ്റുമായി 4-5 CCTVകളും ഇവർ വച്ചിട്ടുണ്ട്. പോലീസിൽ പരാതി നൽകി. പോലീസ് പലതവണ ഋതുവിനെ വിളിപ്പിച്ചതാണ്. അപ്പോഴൊക്കെ ഈ മാനസിക രോഗത്തിന് ചികിത്സ തേടുന്നത് കൊണ്ട് അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കാണിച്ച് പലപ്പോഴും രക്ഷപ്പെടുകയാണ് ഋതു ചെയ്യുന്നത്. ഒപ്പം ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ചെന്ന് ഋതുവിന്റെ വീട്ടുകാരോട്, കുടുംബത്തോട്, അച്ഛനോടും അമ്മയോടും സഹോദരിയോടും ഒക്കെ ഋതുവിന്റെ സ്വഭാവത്തെ പറ്റി പറയുകയും നിലയ്ക്ക് നിർത്തണമെന്നൊക്കെ ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. അപ്പോഴൊക്കെ അവർ ഋതുവിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. നാട്ടുകാർക്കൊക്കെ വലിയ ശല്യമാണ്, അയൽക്കാർക്കും ശല്യമാണ്. ഈ ജിതിൻ ഗൾഫിലാണ് ജോലി ചെയ്തത്. കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ നാട്ടിലെത്തിയിട്ട്. ഈ ജിതിനും ഈ ഋതുവിന്റെ കുടുംബവുമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഭവങ്ങൾ പറഞ്ഞുകൊണ്ടൊരു തർക്കമുണ്ടായി. അനാവശ്യമായിട്ടൊക്കെ വീട്ടിൽ വരുന്നതും, വയസ്സായാണ് അച്ഛനും അമ്മയും പിന്നെ വിനീഷയും മാത്രമേ ഉള്ളൂ. അപ്പോൾ വീട്ടിലേക്ക് വരുന്നതും ഇങ്ങനെ ശല്യം ചെയ്യുന്നതും ഒക്കെ പലതവണ പരാതി പറഞ്ഞിട്ടുണ്ട്. ആ സംഭവം വീണ്ടും ആ ഒരു തർക്കത്തിലേക്ക് അല്ലെങ്കിൽ സംഭാഷണത്തിലേക്ക് വരുന്നതിനിടയിലാണ് ജിതിൻ ഋതുവിന്റെ സഹോദരിയെ മോശമായി സംസാരിച്ചത്. ആ ഒരു തർക്കത്തിനിടയിലാണ് അത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഋതുവിന്റെ പ്രശ്നം കാരണമാണ് അവരൊരു സംസാരത്തിലേക്ക് എത്തിയത് പോലും. ആ സഹോദരിയോട് മോശമായി പെരുമാറിയതാണ് ഋതുവിന് പ്രകോപനമാവുകയും വിനീഷിനെ തിരക്കി തന്നെയാണ് ഇന്നലെ വൈകുന്നേരം വീട്ടിലെത്തിയത്. കയ്യിലൊരു വടിയും ഉണ്ടായിരുന്നു, കമ്പിയുടെ ഒരു വടിയും ഉണ്ടായിരുന്നു. അത് വിനീഷിനെ ആക്രമിക്കുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് വന്നതെന്ന് ഋതു പോലീസിന് മൊഴി നൽകുകയും ചെയ്തു. കുറ്റം സമ്മതിക്കുകയും ചെയ്തു. ഋതു വീട്ടിലേക്ക് വരുന്നു. വാതിൽ തുറക്കുന്നത് വിനീഷയാണ്. ആ സമയത്ത് തന്നെ വിനീഷയുടെ തലക്കടിക്കുന്നു. അതിനുശേഷം ഇത് കണ്ട് നിലവിളി കേട്ടാണ് അച്ഛൻ വേണുവും അമ്മ ഉഷയും എത്തിയത്. ഇവരെയും ആക്രമിക്കുന്നു. ഏറ്റവും ഒടുവിലാണ് ജിതിൻ വരുന്നത്. ജിതിന്റെ തലക്കടിക്കുന്നു. ഈ മരിച്ച 3 പേരുടെയും, അതായത് വേണുവിന്റെയും ഉഷയുടെയും വിനീഷയുടെയും തലയ്ക്ക് ആഴത്തിലുള്ള മുറിവുകളുണ്ട്. ഈ അച്ഛന്റെ തലയ്ക്ക് 7 സെന്റിമീറ്ററോളം നീളത്തിൽ മുറിവുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. തലക്കേറ്റ പരിക്കുകൾ തന്നെയാണ്. ഒരാളെ 3 തവണയാണ് ഋതു അടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. എന്നാലും ഒരു ക്രിമിനൽ സ്വഭാവമുള്ള വ്യക്തി തന്നെയാണ് ഋതു എന്ന് പോലീസ്
പോലീസും പറയുന്നുണ്ട്. ഇപ്പോഴും ആ നാട്ടുകാർ വലിയ കൂട്ടക്കൊലപാതകം നടന്നതിന്റെ ഒരു നടുക്കത്തിലാണ്. കാരണം അവര് പലരും ഈ അയൽവാസികൾ ഈ ബഹളം കേട്ട് അവിടെ എത്തിയിരുന്നു. രക്തം തളം കെട്ടിക്കിടക്കുന്ന വീടാണ് കണ്ടത്. അവിടെ ഈ ഏറെ വൈകാരികമായ ഒരു കാഴ്ച കണ്ടത് ഈ രണ്ട് കുരുന്നുകൾ, അതായത് 1ലും 6ലും പഠിക്കുന്ന വിനീഷയുടെ മക്കൾ സ്വന്തം അമ്മയുടെ മൃതദേഹം കയ്യിലെടുത്ത് അമ്മയെ വിളിക്കുന്ന വൈകാരികമായിട്ടുള്ള രംഗമൊക്കെ ഏറെ ഇപ്പോഴും നാട്ടുകാരിൽ സങ്കടം ജനിപ്പിക്കുന്നുണ്ട്. ഈ ഋതുവിനെ കുറിച്ച് അവരെന്താണ് പറയുന്നത്? നാട്ടുകാർ എന്താണ് പറയുന്നത്? സ്ഥിരമായി, അതായത് സ്കൂളിൽ പഠിക്കുന്ന കാലയളവ് മുതൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അയൽവാസികളുമായി സ്ഥിരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരാളാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ നാട്ടുകാർക്ക്, അയൽവാസികൾക്ക് നേരെ ഇതിനു മുൻപ് ഈ പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ടോം പറഞ്ഞതുപോലെ വളരെ വൈകാരികമായിട്ടുള്ള ദൃശ്യങ്ങളായിരുന്നു ഇന്നലെ വൈകുന്നേരം ആ വീട്ടിൽ ഈ സംഭവം നടന്നതിന് ശേഷം ഉണ്ടായത്. നാട്ടുകാർ പലരും, അയൽവാസികൾ പലരും വീട് പൂട്ടി അവരുടെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോയി. കാരണം അത്രയേറെ പെട്ടെന്നുണ്ടായ സംഭവം, ഇങ്ങനെ ഒരു 3 പേരെ കൊലപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഏറെ നടുക്കമുണ്ടാക്കുന്നതാണ്. പേടിച്ച ആളുകളൊക്കെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോയി. അതിൽ നിന്നും ഏറെ വിഷമിപ്പിച്ചത് ഇന്നൊക്കെ നമ്മൾ ചെന്നപ്പോൾ അയൽക്കാരും അല്ലെങ്കിൽ ഈ ദൃക്സാക്ഷികളും ഒക്കെ പറയുന്നത് ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ, അതായത് 6ാം ക്ലാസ്സിലും 1ാം ക്ലാസ്സിലും പഠിക്കുന്ന ഈ 2 പെൺകുട്ടികൾ, ആ കുരുന്നുകൾ അവരുടെ അമ്മയെ വിളിക്കുകയും അമ്മയുടെ മൃതദേഹം, അവർ മരിച്ചെന്ന് പോലും ആ കുട്ടികൾക്ക് അപ്പോൾ മനസ്സിലായില്ല, അമ്മയുടെ മൃതദേഹം താങ്ങിയെടുക്കാനൊക്കെ അവർ ശ്രമിക്കുന്നതാണ് കണ്ടത്. ഇത് ആ കണ്ടു നിന്നവർക്കൊന്നും കണ്ണീരടക്കാൻ കഴിയാത്ത ഒരു നിലയിലേക്കായിരുന്നു ആ സമയത്തെ അവിടുത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്. ആ കുട്ടികൾക്കൊക്കെ കൗൺസിലിങ്ങിന്റെ ഒക്കെ ആവശ്യമുണ്ടെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ പറഞ്ഞത്. ഇപ്പോൾ അവരുടെ ഈ മരിച്ച ഉഷയുടെയും വേണുവിന്റെയും 2 മക്കളാണ്. അതിലൊന്നാണ് വിനിഷ, മറ്റൊരു സഹോദരിയുണ്ട്. ആ സഹോദരിയുടെ വീട്ടിലേക്കാണ് ഇപ്പോൾ ഈ 2 കുട്ടികളെയും ആക്കിയിരിക്കുന്നത്. അവരുടെ സംരക്ഷണയിലാണ്. പക്ഷേ സ്വന്തം അച്ഛൻ അതീവ ഗുരുതരാവസ്ഥയിൽ ആസ്റ്റർ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കൊക്കെ വേണ്ടി ബോധമില്ലാതെ ഇരിക്കുമ്പോൾ അച്ഛനും അമ്മയും അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ നഷ്ടപ്പെട്ട ആ കുരുന്നുകളുടെ അവസ്ഥ, അവരുടെ ഒരു മാനസികാവസ്ഥ അത് എത്രമാത്രമാണെന്ന് നമുക്ക് ഊഹിക്കുന്നതിലൊക്കെ അപ്പുറത്തേക്കായിരിക്കും. ഋതു ആ നാട്ടിലെ പൊതു ശല്യക്കാരനാണ്. പലതവണ പോലീസും നാട്ടുകാരും ഒക്കെ ഇടപെടുകയും ഋതുവിനെ കൗൺസിലിംഗ് ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു ക്രിമിനൽ വാസന ഋതുവിനുണ്ട്. കുഞ്ഞുനാൾ മുതലേ ഒക്കെ ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഋതു എന്ന് പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട്. നിരവധി കേസുകളുണ്ട്. മനോരോഗിയാണ്, അല്ലെങ്കിൽ മനോരോഗത്തിന് ചികിത്സ തേടുന്നുണ്ട് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് ആണ് ഋതുവിന് ഈ കുറ്റങ്ങളെല്ലാം ചെയ്യുന്നതിനു വേണ്ടി സഹായമായി എത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ നിയമത്തിന്റെ മുന്നിൽ നിന്നും പലപ്പോഴും ഋതു രക്ഷപ്പെടുന്നത് ഈ ഒരു മനോരോഗിയാണ്, അതിനൊരു ചികിത്സ തേടുന്നുണ്ട് എന്ന ഈ ഒരു സർട്ടിഫിക്കറ്റ് തന്നെയായിരിക്കും. പക്ഷേ ഇപ്പോഴും ഓർക്കേണ്ടത് ടോം, ആ 2 കുരുന്നുകൾ അവർ അനാഥരായിരിക്കും. ഇനി അവരുടെ ഭാവി എന്തായിരിക്കും, അവരുടെ പഠിത്തം. തീർച്ചയായും നവമി സൂചിപ്പിച്ചതുപോലെ ഇതുപോലെ മാനസിക രോഗത്തിന് ചികിത്സ നേടുന്ന ആളെന്ന രീതിയിൽ നിയമത്തിന്റെ പഴുതുകളിലൂടെ ഒരുപക്ഷെ വീണ്ടും ഇയാൾ പുറത്തിറങ്ങാനുള്ള സാഹചര്യമുണ്ട്. നിരവധി ലഹരി കേസുകൾ പ്രതിയും ക്രിമിനൽ കേസുകൾ പ്രതിയായിട്ട് പോലും പോലീസ് ഇതുപോലുള്ള കൊടും ക്രിമിനലുകൾക്ക് പുറത്തിറങ്ങാനുള്ള സാഹചര്യം നമ്മുടെ നിയമവ്യവസ്ഥയൊക്കെ സൃഷ്ടിച്ചു കൊടുക്കുന്നതല്ലേ ഇതുപോലുള്ള കൊലകളൊക്കെ വീണ്ടും ഉണ്ടാകാൻ, ആവർത്തിക്കപ്പെടാൻ കാരണമാകുന്നത്. അതിനപ്പുറം ഈ മാനസിക രോഗിയാണ്, സ്വാഭാവികമായും ഇനി കേസിന്റെ നടപടിക്രമങ്ങളിലേക്ക് വരുമ്പോൾ അതൊക്കെ മുന്നിൽ നിർത്തി നിയമപരമായ പഴുതുകളിലൂടെ ഇയാൾ പുറത്തിറങ്ങാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അങ്ങനെയെങ്കിൽ എങ്ങനെ ഇയാൾക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ കഴിയുമെന്നാണ് പോലീസ് കണക്കാക്കുന്നത്? ഈ അറസ്റ്റിനായ ശേഷം, പോലീസിന്റെ പിടിയിലായ ശേഷം ഇത്തരം മാനസിക വിഭ്രാന്തി ഇയാൾ പ്രകടിപ്പിക്കുന്നുണ്ടോ? പോലീസ് എന്താണ് ഈ പ്രതിയുടെ ഒരു ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് പറയുന്നത്? പ്രതി എന്തായാലും കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ കൊലപാതകം നടത്തുന്ന സമയത്ത് ലഹരി ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് കൂടി പറയുന്നുണ്ട്. പോലീസ് വൈദ്യ പരിശോധനയിൽ അതും അറിഞ്ഞിട്ടുണ്ട്. ഈ സാധാരണ ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന വലിയ ശല്യക്കാരനായിട്ടുള്ള പ്രശ്നക്കാരായിട്ടുള്ള ഋതുവാണ്. പക്ഷേ ഈ സംഭവം നടത്തുന്ന സമയത്ത് ബോധത്തിൽ തന്നെയായിരുന്നു, ലഹരി ഒന്നും ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ പ്രത്യേകിച്ച് മാനസിക വിഭ്രാന്തി ഒന്നും ഋതു സ്റ്റേഷനിലൊന്നും കാണിക്കുന്നില്ല. പോലീസിനോട് സഹകരിക്കുന്നുണ്ട്, കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ
അപ്പോഴും ഋതുവിന് അറിയാം രക്ഷപ്പെടാൻ ഈ ഒരു സർട്ടിഫിക്കറ്റ് മതി, അല്ലെങ്കിൽ മനോരോഗിയാണെന്ന് തെളിഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയുമെന്നൊരു വിശ്വാസം ഋതുവിന് ഉണ്ടായിരിക്കും. ഇതിനു മുൻപും ഋതു ചെയ്ത ക്രിമിനൽ കുറ്റങ്ങളിൽ നിന്നെല്ലാം ഊരി പോകുന്നതും ആ ഒരു ഐഡന്റിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഈ ഗുണ്ട ലിസ്റ്റിൽപ്പെട്ട ഒരാൾ കൂടിയാണ് ഈ ഋതു. പോലീസ് തന്നെ ഋതുവിനെ നിരീക്ഷണത്തിൽ തന്നെയാണ്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം കൂടി നടന്നിരിക്കുന്നത്. എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു ശിക്ഷ ഋതുവിന് നേടിക്കൊടുക്കണമെന്ന് തന്നെയാണ് പോലീസും തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അത്രയേറെ ദാരുണമായ സംഭവം തന്നെയാണ്. ഒരു കുടുംബത്തെ പോലും താറുമാറാക്കിയ ഒരു പ്രവൃത്തിയാണ് ഋതു ചെയ്തത്. അതിനപ്പുറത്തേക്ക് 2 പിഞ്ചു കുഞ്ഞുങ്ങളെ അനാഥരാക്കി ഈ ഒരു വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ അല്ലെങ്കിൽ പറഞ്ഞു തീർക്കേണ്ട ഒരു പ്രശ്നത്തിൽ കൊലപാതകത്തിലേക്ക് എത്തിച്ചു എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. പോലീസ് എന്തായാലും കൃത്യമായിട്ടുള്ള പഴുതടച്ച ഒരു അന്വേഷണം, പ്രത്യേക അന്വേഷണ സംഘത്തെയും രൂപീകരിച്ചിട്ടുണ്ട്. 17 അംഗ സംഘമായിരിക്കും ഇത് അന്വേഷിക്കുക. ഋതുവിന് കൃത്യമായിട്ടുള്ള ഒരു ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് പോലീസ്. അതിന്റെ അന്വേഷണമെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധർ എത്തി സ്ഥലത്ത് പരിശോധന നടത്തി. ഇന്ന് വൈകിട്ടോടുകൂടി കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം കസ്റ്റഡിയിൽ വാങ്ങുന്നതിനു വേണ്ടി അപേക്ഷ നൽകാനാണ് പോലീസിന്റെ തീരുമാനം. ഇനി തെളിവെടുപ്പുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ വിശദമായി കേസിന്റെ അന്വേഷണം, ഇതൊരു പഴുതടച്ചൊരു അന്വേഷണം, ഋതുവിനെ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസും നീങ്ങുന്നത്. ഇനി സ്ഥലത്തെത്തി തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുമുണ്ട്. ഒപ്പം ഈ മരിച്ച 3 പേരുടെയും സംസ്കാരം ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മനസാക്ഷിയെ നടുക്കിയ ഒരു കൊലപാതകമാണ് എറണാകുളം ചേന്ദമംഗലത്തുണ്ടായത്. ഒരു കുടുംബത്തിലെ 3 പേരെ വെട്ടിക്കൊലപ്പെടുത്തുന്നു. അതിൽ ഒരാൾ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. 2 കുരുന്നുകളാണ്, നവമി സൂചിപ്പിച്ചത്, 2 കുരുന്നുകളാണ് അയൽവാസിയായ ഋതു എന്ന കൊടും കുറ്റവാളിയുടെ ക്രൂരതയിൽ അനാഥരായത്.